ഇച്ചിരി നേരം വൈകിയാണ് കേട്ടോ എണീറ്റ പാടെ കാപ്പി പരിപാടിയിലേക്ക് അങ്ങ് കിടന്നേ. ഇന്നലെ വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണ് കിടന്നുറങ്ങിയത്. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ പത്തിരിയും ചിക്കനും ഉണ്ടാക്കണമെന്നേ. അങ്ങനെ നമ്മളിതാ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ചിക്കൻ വെള്ളത്തിലേക്ക് ഇട്ടു. ഗൈസ്, ഞാൻ ലൈവ് ചെയ്യുമ്പോഴും എവിടെയെങ്കിലും പോകുമ്പോഴും ഉള്ള ആൾക്കാരുടെ ക്വസ്റ്റ്യനാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയും ചിക്കൻ കടയിലാണെന്നേ. ഉടനെ അടുത്ത മെയിൻ ക്വസ്റ്റ്യൻ വരും, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്നും ചിക്കൻ ആണോ എന്ന്. എന്താണ് ഗൈസ്, നമ്മുടെ ഇവിടെ ചിക്കൻ മാത്രമൊന്നും അല്ല കേട്ടോ, ബീഫും മുട്ടയും മീനും പച്ചക്കറികളും എല്ലാം ഞാൻ കഴിക്കും കേട്ടോ, ഞങ്ങൾ കഴിക്കും കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്നത് പോലെ ഇടയ്ക്കും പിടയ്ക്കും ഒക്കെ ചിക്കനും വാങ്ങിക്കുവേ. അല്ലാതെ ചിക്കൻ കടക്കാരൻ്റെ വീടാണെന്ന് കരുതി എന്നും ചിക്കനൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ പത്തിരിക്കുള്ള മാവ് വാട്ടുന്നുണ്ട്. പിന്നെ അടുത്ത കലാപരിപാടി എന്നുള്ളത് ആ സ്റ്റാൻഡ് എടുത്ത് താഴെ വെക്കലാണ് കേട്ടോ. ഇവിടെ പത്തിരിയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മുറം പോലത്തെ താല വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു സ്പേസ് ഇല്ല ഗൈസ്. എല്ലാ സ്പേസിലും ഒരു കണ്ടില്ലേ, ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്നു. ആകെ ചെറിയൊരു കൗണ്ടർ ടോപ്പാണുള്ളത്. അപ്പോൾ ആ സ്റ്റാൻഡ് എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് അതൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി സ്റ്റാൻഡ് താഴെ വെച്ചാൽ പോരേന്ന് പറയുന്നവരോട് ഇവിടെ ഒരു കുട്ടിക്കുറുമ്പിയുണ്ട് ഗൈസ്, അതെല്ലാം വലിച്ച് താഴെ ഇടും. അതിലും നല്ലത് നമ്മൾ പൊക്കത്ത് തന്നെ വെക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ മാവൊക്കെ വാട്ടിയിട്ടതാ അതിൽ നിരത്തി വെച്ചിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് മാറാനായിട്ട്. പിന്നെ ഇതാ കുക്കർ ചിക്കനാണ് കേട്ടോ വെക്കുന്നത്. ഞാനിപ്പം മെയിനായിട്ട് ഈ ചിക്കൻ കറി തന്നെയാണ് വെക്കുന്നത്. ഈ ചിക്കൻ കറിക്ക് ഞാനിപ്പോൾ അഡിക്റ്റ് ആയോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ ഗൈസ്. കാരണം നല്ല വേവുകയും ചെയ്യും, പിന്നെ നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടും കേട്ടോ. പിന്നെ ഇതാ മാവൊക്കെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്, ഞാൻ പെട്ടെന്ന് ഇട്ടേക്കാട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചിക്കൻ കറി ഇതുവരെ വെക്കാത്തവരും ചിക്കൻ കറി എളുപ്പത്തിലുണ്ടാക്കാൻ നോക്കുന്നവർക്കും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണേ. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ ഇത് തന്നെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പത്തിരി ഒന്ന് പ്രസ്സിൽ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ പരത്താറൊന്നുമില്ല, പരത്തുന്നത് നോമ്പിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ മോളും വന്ന് കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാപ്പി പരിപാടി ഇവിടെ തീർന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും